ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഓൾറെഡി ഇന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മെമേഫൈയുടെ കമ്പനിയുടെ ആണിത്. അതായത് ലിസ്റ്റിംഗ് അടുത്ത മാസം ഉണ്ടായേക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 90% കോയിൻസും നമ്മളെ പോലുള്ള എയർ ഡ്രോപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്കുള്ളതാണ്. അപ്പോൾ 100% അത് ഒറ്റ തവണ തന്നെ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. ചിലതൊക്കെ 30% ഫസ്റ്റ്, അതിൻ്റെ ശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ട് ബാക്കി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഒറ്റയടിക്ക് തന്നെ 100% തരും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത മാസം ഉണ്ടായേക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മളെ ഈ ഒരു മിനി ഗെയിം ഹാംസ്റ്ററിൽ വന്നിട്ടുള്ള ഈ ഒരു മിനി ഗെയിം എല്ലാവരും ചെയ്തിട്ട് ആ കീ എന്നും ഏൺ ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഡെയിലി കോംബോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിനി ഗെയിം എന്നുള്ളത്, കാരണം ഇതിൽ അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രൊജക്റ്റ് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടെലഗ്രാമിലുള്ളവർ എത്രങ്ങാനും ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രത്തോളം ആൾക്കാരുണ്ട്. അവരുടെ ടെലഗ്രാമും അതുപോലെ തന്നെ ട്വിറ്ററും എടുത്തു നോക്കിയാൽ അറിയാം എത്രത്തോളം ആൾക്കാർ അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രയും പേരുള്ളത് കൊണ്ട് ഇതിലവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ വെക്കും. അപ്പോൾ എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മിനി ഗെയിമിൽ കിട്ടുന്ന കീ ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ അത് എല്ലാവരും ചെയ്തു വെക്കുക. ചിലപ്പോൾ ഒന്നുമില്ല, സാധാരണ ഡെയിലി കോംബോ ചെയ്യുന്ന പോലുള്ളതായിരിക്കും. കാരണം ഈ മിനി ഗെയിമിൽ ആ കീക്കൊരു പ്രത്യേകത ഉണ്ട് എന്നാണ് ഇതിൻ്റെ നമ്മളെക്കാളും സീനിയോറിറ്റി ഉള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും മിനി ഗെയിമിൽ ആ ഒരു കീ എന്നും എടുത്ത് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രധാനമായിട്ടും പറയാൻ വന്നിട്ടുള്ളത് മെമേഫൈയിൽ വാലറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് ഈ ഒരു ഭാഗത്ത് മെമേഫൈ ഓപ്പൺ ആക്കിയാൽ ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട് വാലറ്റ് എന്നുള്ളത്. അപ്പോൾ വാലറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് വാലറ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ യുവർ സീക്രട്ട് ഫേസ് എന്നുള്ള ഈ ഒരു ഭാഗം എല്ലാവരും ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ എഴുതിയിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നോട്ടായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാതും കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആക്കിയത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കുക. ഓക്കെ, ലീനിയ നെറ്റ്വർക്കിലാണ് ഇതുണ്ടാവുക, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക് കണക്ഷൻ വാലറ്റ് കണക്ഷൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും മെമേഫൈയുടെ ടോക്കണ്. നമ്മൾ നമുക്ക് ടോക്കണായി കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര ടോക്കൺ ഉണ്ടെന്ന്, അതിൻ്റെ വാല്യൂ എത്ര USDT ആണെന്നുള്ളത് ഇവിടെ കാണിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷന്. അപ്പോൾ ഇതെല്ലാവരും പരമാവധി ചെയ്തു വെക്കുക. ഓക്കെ, ഒരു പണിയില്ല, ജസ്റ്റ് വാലറ്റ് ഓപ്പൺ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കയറിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് മെമേഫൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കോയിൻസിൻ്റെ പേരും കാര്യങ്ങളും. പിന്നെ വിഡ്രോവൽ ടൈമിൽ കുറച്ച് ETH എതേറിയത്തിൻ്റെ ഗ്യാസ് ഫീ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്തു തരാം. അപ്പോൾ എല്ലാവരും പരമാവധി ഇതൊക്കെ ചെയ്തു വെക്കാം. ഓക്കെ.